ഹായ് ഓൾ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ കുറേ ദിവസത്തിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് 10ാമത്തെ കുട്ടി വന്നിരിക്കുകയാണ്. അത് ഷഫാനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിങ്കളാഴ്ച ഹോസ്പിറ്റലിലേക്ക് പോയി. പിന്നെ തിങ്കളാഴ്ച പ്രസവമൊന്നും ഉണ്ടായില്ല. പിന്നെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം വന്നു ചൊവ്വാഴ്ച. പക്ഷെ അന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ മുകളിൽ ഷഫ ലേബർ റൂമിലും താഴെ അമ്മ ഇതുപോലെ കാഷ്വാലിറ്റിയിൽ ഭയങ്കരമായിട്ടുള്ള വേദനയായിട്ട് അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. മൊത്തത്തിൽ കുറേ നേരം ഭയങ്കര ടെൻഷൻ പിടിച്ച സമയത്ത് ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് ECG എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഭയങ്കര ടെൻഷനായി. പഠിച്ചോനെ ഇനി അറ്റാക്ക് വല്ലതും ആയിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് വേഗം പിന്നെ ഡോക്ടറെ അടുത്ത് ചോദിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞില്ല, കുഴപ്പമില്ല, തൽക്കാലം മരുന്നൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് താഴെ അമ്മ അവിടെയും മുകളിൽ ഷഫയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരത്തിന് ശേഷം 12:41 ബേബി വന്നിട്ടുണ്ട്, നമ്മുടെ 10ാമത്തെ കുട്ടി. ഈ കുട്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അത്ത പോയതിന് ശേഷം വരുന്ന ആദ്യത്തെ കുട്ടിയാണ്. പിന്നെ 10ാമത്തെ മോളാണ്, പറഞ്ഞ പോലെ പെൺകുട്ടിയാണ് കേട്ടോ. അവർക്ക് മൂത്തത് 2 പെൺകുട്ടികളാണ്. 3ാമത്തത് സ്വർഗ്ഗ കവാടം തുറന്നു കൊടുത്തുകൊണ്ട് 3ാമത്തത് ഒരു പെൺകുഞ്ഞാണ് കേട്ടോ ജനിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ. അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ നമ്മളെ ഡോക്ടർ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഉള്ളിലേക്ക് കയറി ബേബീനെ നോക്കി എടുത്ത് ഇപ്പോൾ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അണ്ണയാണ് ബാങ്ക് കൊടുത്തത് കേട്ടോ. പിന്നെന്താ, ഭയങ്കര ഹാപ്പിയായി. ആദ്യം കുറച്ച് നേരം ഒരു ടെൻഷനൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു, 3ാമത്തെ ആയതുകൊണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടുതലാണ്, ചിലപ്പോൾ ബ്ലീഡിങ് കാര്യങ്ങൾ അതുപോലെയുള്ള റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ പിന്നെ ബേബി പ്രസവിച്ചു എന്ന് പറയുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല പുറത്ത്. അത്ര നേരം എല്ലാവരും ഉണ്ടായിരുന്നു. അണ്ണ നിസ്കരിക്കാനായിട്ട് പോയതും പിന്നെ ഡോക്ടർ വന്ന് പറഞ്ഞ് ഞാനാണ് ഫസ്റ്റായിട്ട് കേട്ടത് കേട്ടോ. അങ്ങനെ ബേബിക്ക് ബാങ്കൊക്കെ കൊടുത്ത് ഇക്കാമത്തും കൊടുത്തതിന് ശേഷം ബേബീനെ നമ്മൾ തിരിച്ചേൽപ്പിച്ചു. പിന്നെ ഇതാണ് മൂത്ത മോള്. അവൾ സ്കൂളിൽ പോയിട്ട് ഇപ്പോൾ വന്നതാണ്. എക്സാം ആയിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ 2ാമത്തെ ആൾ ചെറുതായിട്ടുള്ള ഉടക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബേബി വന്ന് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്കൊരു എന്തോ ഒരു ഇത് തോന്നൂലേ, അത് മെല്ലെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മൂത്ത ആൾ കുട്ടികൾക്കൊക്കെ മിഠായിയൊക്കെ കൊടുക്കാനും വേണ്ടിയിട്ട്, കുട്ടികൾക്കല്ല അവിടെയുള്ള സിസ്റ്റേഴ്സിനും ഓരോ റൂമിലും പോയിട്ട് അവളിങ്ങനെ എല്ലാവർക്കും മിഠായി കൊടുക്കുന്നുണ്ട്. റൂമിൽ ആളില്ലെങ്കിൽ ബെഡിൽ വെച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു. ചെറുതായിട്ട് ബ്ലീഡിങ് കുറച്ച് കൂടുതലുണ്ട്, ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് പിന്നെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഡയറ്റൊക്കെ ആയിരുന്നു, പക്ഷെ അവിടെ എത്തിയപ്പോൾ ഡയറ്റൊക്കെ കുളമായി. മൊത്തത്തിൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരൊക്കെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് പിന്നെ എൻ്റെ മുന്നിലേക്ക് ബിരിയാണി കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഡയറ്റ് പിന്നെ പറയണ്ടല്ലോ, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ ഒരു 6:30 ആകുമ്പോഴാണ് ഷഫാനെ പിന്നെ അവർ റൂമിലേക്ക് കൊണ്ടുവന്നത്. ഒരു 5-6 മണിക്കൂർ ലേബർ റൂമിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് വരികയാണ്. ഇത്ര നേരം അവരുടെ അമ്മീനെ കാണാണ്ട് ആളാകെ വിഷമിച്ചിരിക്കായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ അമ്മി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അമ്മക്ക് സുഖമില്ലാണ്ടായിരുന്നല്ലോ. പിന്നെ അമ്മനെ ഡോക്ടർ പറഞ്ഞു കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അമ്മ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഈവനിങ് ആണ് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതാണ് ക്യാമറമാൻ സിലു. കണ്ട കുട്ടീനെ, കുട്ടി അപ്പുറത്ത് നോക്കണം. ബൈ ബൈ. അപ്പോൾ നമ്മുടെ സയക്കുട്ടി കുറച്ച് നേരം വ്ലോഗ് എടുത്തതാണ്. അവൾ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി അമ്മ ഫുഡും ആയിട്ടാണ് അമ്മ ഷിബില അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നവരിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരോ ഡെലിവറി ടൈം അടുത്തായവരൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. അല്ലാത്തവർക്ക് പിന്നെ കാര്യമൊന്നും ഇല്ലയെന്നല്ല, കാര്യമുണ്ട്. നമ്മൾ ലേഡീസിനൊക്കെ ഒത്തിരി ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ വന്നു, കുട്ടീനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ വന്നിട്ട് ഷഫാക്ക് 3 ദിവസമാണ് അഡ്മിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ബേബിക്ക് ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ കാണുന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നാണ് ഇങ്ങനെ തോന്നിയത്, നമുക്ക് കൊടുക്കാൻ പറ്റിയതിൽ വെച്ചാൽ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈമിൽ അവർക്ക് കൊടുക്കേണ്ട കെയർ ആണല്ലോ. അപ്പോൾ ഞാൻ പ്രസവിച്ച സമയത്ത് എനിക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, വീട്ടിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ നമ്മുടെ ഡോക്ടറെ വിളിച്ചു. എൻ്റെ ഫ്രണ്ടാണ്, ലാസിമാനെ വിളിച്ചിട്ട് ഇങ്ങനെ റൂം അവൈലബിലിറ്റി ഉണ്ടോ, ഷഫാക്ക് ഇങ്ങനെ കുറച്ച് ദിവസം ഒന്ന് ട്രീറ്റ്മെൻറ്റ് വേണം പ്രസവശേഷം, അതായത് പ്രസവരക്ഷ വേണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ എന്തോ ഭാഗ്യത്തിന് അവിടെ റൂം ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇത് ഡിസ്ചാർജിൻ്റെ 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസമാണ്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്തിട്ട് നമ്മൾ നേരെ പാലക്കാടുള്ള ഡോക്ടർ ലാസിമാസ് അവിസന്ന ആ ഒരു സെൻറ്ററിലേക്കാണ്, പ്രസവരക്ഷയുടെ ആ ഒരു സെൻറ്ററിലേക്കാണ് കേട്ടോ നമ്മൾ ഷഫാനെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു സമയത്ത് അവർക്ക് കിട്ടേണ്ട ആ ഒരു കെയർ പിന്നീട് അങ്ങോട്ട് നമ്മൾ സ്ത്രീകൾക്ക് കുറേ കാലം നമുക്ക് എന്തെങ്കിലും പെയിനോ കാര്യങ്ങളോ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രോബ്ലംസോ ഒന്നുമില്ലാതെ നമ്മളെ പിടിച്ചു നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പറയുന്നത്. 2 വർഷം മുമ്പ് ഇതുപോലെ എൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നത് ലാസിമയാണ്. അപ്പോൾ ഉള്ളതിൽ വെച്ച് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും പ്രസവരക്ഷയാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ഷഫാനെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എൻ്റെ അമ്മക്ക് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ആദ്യത്തെയും 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും ഒക്കെ പ്രസവത്തിന്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാനാണ് നമ്മൾ ഇവരുടെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ബെസ്റ്റായിട്ട് അവർക്കിത് നമുക്ക് സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവരാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്കിപ്പോൾ മൂത്ത കുട്ടി ഉണ്ടെങ്കിലും അവരെ ഇവർ കെയർ ചെയ്യും, അവർ നോക്കും. നമുക്ക് ഉറക്കില്ലായിക അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ചെറിയ കുട്ടീനെ ആണെങ്കിലും നല്ലോണം, പ്രസവിച്ച കുട്ടീനാണെങ്കിലും കെയർ ചെയ്യും. നമ്മളെ അത്രയും കെയർ ചെയ്യും. സമയാസമയത്തിന് ഭക്ഷണം, മരുന്ന്, പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് മുമ്പേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമുക്കുള്ള ട്രീറ്റ്മെൻറ്റ് തരുന്നത്. നമ്മുടെ ശരീരം ഭയങ്കര ഒരു എലമ്പിച്ചൊരു സമയമല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും പെട്ടെന്ന് അത് ശരീരത്തിലേക്ക് ഏൽക്കും. അപ്പോൾ ഷഫാക്ക് എന്ന് പറയുമ്പോൾ ഈ നീരിളക്കത്തിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ സാധാരണ എല്ലാവരും ഒന്നും നോക്കാതെ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ചിട്ടല്ലേ കുളിപ്പിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ അവളുടെ പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം അവൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാം, എണ്ണ എത്ര നേരം വെക്കാം, എണ്ണ വെക്കാൻ പറ്റുമോ, മരുന്ന് ഏതൊക്കെയാണ് കൊടുക്കേണ്ടത്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഇവിടെ പുറത്തുനിന്നൊന്നും ആളെ വെക്കാതെ ഇവർ തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. വീട്ടിലത്തെ ഭക്ഷണം കഴിക്കാമെന്ന് പറയില്ല, അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഷഫാക്ക് വന്നിട്ട് ഉള്ളിച്ചോറാണ് അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇവരുടെ ഉള്ളിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിപ്പോൾ ലഞ്ച് ബോക്സിനൊക്കെ അത് പ്രിപ്പയർ ചെയ്യാറുണ്ട് കേട്ടോ. അത് കഴിച്ച് നോക്കിയിട്ട് അത്രയും ടേസ്റ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതേ ഷഫ അവരൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് കുട്ടി കരഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കെയർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ ഇവിടെ ഉണ്ടാവും കേട്ടോ. അവർ നോക്കിക്കോളും. പാൽ കൊടുത്ത് കഴിഞ്ഞാലും വേഗം എടുത്ത് തട്ടി കൊടുത്ത് വേപ്പ് കളയുക, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ബൈസ്റ്റാൻഡറായിട്ട് ഒരാൾക്ക് നിൽക്കാം. അവർക്കുള്ള ഫുഡും മൂത്ത കുട്ടിയാണെങ്കിൽ അവർക്കുള്ള ഫുഡും ഒക്കെ തന്നെ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിൽ ഡയറ്റ് ഉള്ളവർക്ക് അങ്ങനെ ഇപ്പോൾ ഒരുപാട് കുത്തിത്തിരികി ഇങ്ങനെ കഴിപ്പിച്ച് അവരെ തടിപ്പിക്കുക, അങ്ങനെ അല്ലാതെ തടിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് തടിക്കേണ്ടതായിട്ടുള്ള ഫുഡ്, മെലിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനത്തെ ഫുഡൊക്കെ. അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ പോകുന്നുണ്ട്. മുകളിൽ 2 പേര് ഇതുപോലെ പ്രസവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡ് ഐറ്റംസ് ഇങ്ങനെ ഉച്ചയ്ക്കായപ്പോൾ, പിന്നെ വൈകുന്നേരത്തിന് കാടമുട്ട, റാഗി കാച്ചിയത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഡയറ്റൊക്കെ നോക്കിയിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇതേ നമ്മുടെ ഡോക്ടർ ഇവിടെ ബിസി ആയിട്ട് നമ്മുടെ ഷഫാൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഉമ്മാക്കെല്ലാം അറിയാം. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അവരും കൂടെ പറഞ്ഞു കൊടുത്തു. അതായത് നമ്മുടെ ഫുൾ ഹിസ്റ്ററി അവരെടുക്കും. എത്ര മക്കൾ, എന്താണ്, ഏതാണ്, ഇതിന് മുമ്പ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചതിന് ശേഷമാണ് ഇവർക്കുള്ള ട്രീറ്റ്മെൻറ്റും മരുന്നും വരെ നിശ്ചയിക്കുന്നത്. എനിക്ക് ഈ ഒരു പ്രോട്ടോക്കോളൊക്കെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. കാരണം എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം പിന്നീട് നമുക്കതൊരു പ്രോബ്ലം വരാതിരിക്കാനും വേണ്ടിയിട്ട് എല്ലാം കറക്റ്റായിട്ട് അവർ ഓർഗനൈസ് ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എടുക്കാനും വേണ്ടിയിട്ട് ഷഫാൻ്റെ ഉമ്മാനെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വന്നിട്ട് വൈകുന്നേരത്തിനുള്ള സ്നാക്കാണ്. നല്ല അടിപൊളി പഴംപൊരിയും കട്ടൻ ചായ ആണ്. ഞാൻ ഡയറ്റായിരുന്നു, പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഡയറ്റൊക്കെ അവിടെ നിർത്തി. അവരുമ്മയുടെ ഫുഡാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. നമുക്ക് മെയിനായിട്ട് എന്താണെന്ന് അറിയാം, നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോൾ നമുക്കൊരു ആങ്സൈറ്റിയും ടെൻഷനും ഉണ്ടാവും. മൂത്ത കുട്ടികൾ എന്ത് ചെയ്യും, ഉമ്മാക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേ വേണ്ട. ഇപ്പോൾ നമ്മുടെ ഉമ്മമാരാണെങ്കിലും നമുക്ക് കെയർ ചെയ്ത് നമുക്ക് ആശ്വാസം നൽകി അവർക്കും റിലാക്സ് ചെയ്ത് നമ്മുടെ കൂടെ ഇരിക്കാനായിട്ട് പറ്റും. കാരണം വേറെ പണികളൊന്നും കാര്യമായിട്ടില്ല. കുട്ടീനെ ജസ്റ്റ് എടുക്കുക, അതും ചിലപ്പോൾ മറ്റേ കുട്ടികളൊക്കെ എടുക്കലും ഒക്കെ ആയിരിക്കും.
പാൽ കൊടുക്കുക, കിടക്കുക, ട്രീറ്റ്മെൻറ്റിന് വിളിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പോകാമെന്നുള്ളത്. പിന്നെയെന്ന് പറയുമ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് ഫുള്ളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. മറ്റ് സെൻറ്റേഴ്സിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല, ഒരു റൂം, പിന്നെ കോമൺ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഒരു റൂമായിരിക്കും. ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് സെപ്പറേറ്റ് ആൾ വരും, നമുക്കുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അങ്ങനെയാണ്. അതായത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ 2 ബെഡ്റൂം, ഒരു കിച്ചൺ, ഒരു ഹാള്, ഡൈനിങ് ഹാള്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരൊറ്റ വീട് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈവസീൻ്റെ കാര്യത്തിൽ വലിയൊരു ടെൻഷനില്ല. പിന്നെ മൂത്ത കുട്ടികളെ എൻഗേജ് ആക്കി ഇരുത്താനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഹാളിൽ ഇതുപോലെ TV, വൈഫൈ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ അടുത്തത് ഇവർക്കുള്ള കഷായമല്ലേ, അതാണ് വരുന്നത്. അപ്പോൾ ഷഫാക്കുള്ള കഷായം അവിടെ അവർ വെച്ചിട്ട് പിന്നെ ഗുളികയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികൾ കറക്റ്റ് നേരത്തിന് ഇത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിലേക്കൊക്കെ ഒരാളെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രത്തോളം നമുക്കിതൊരു ഇതായിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ ക്ലീനിങ്ങിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അപ്പം വന്ന് എല്ലാം ക്ലീനിങ് കഴിഞ്ഞോ അല്ലെങ്കിൽ മരുന്ന് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നോട്ട് ചെയ്യാനും ആൾ വരും. അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് അവരോട് പറഞ്ഞ് അത് ശരിയാക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഷഫാക്ക് ഉള്ള ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മെഡിസിനും കഷായമാണ് കേട്ടോ അപ്പോൾ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കില്ല 2 വർഷം മുമ്പ് തന്നെ നമ്മളിത് പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള താത്തമാരെ വിളിച്ച സമയത്ത് അവർ ചാർജ് എന്ന് പറയുമ്പോൾ 40,000-ൻ്റെ മുകളിലായിരുന്നു. പിന്നെ അവർക്ക് നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കണം. നമ്മുടെ ഫുഡിൻ്റെ നെയ്യ്, മറ്റത് മറിച്ചത്, ഇറച്ചി എന്ന് പറഞ്ഞ പോലെ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു റേറ്റ് തന്നെ ആവുമായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നമുക്ക് ലാഭമാണ്. നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഒരു സാധനം വാങ്ങിക്കണ്ട, മരുന്നുകൾ വാങ്ങണ്ട, എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജാണ് കേട്ടോ വരുന്നത്. പിന്നെ അത് ഈവനിങ് ആയ സമയത്ത് നല്ലൊരു ഹെഡ് മസാജ് ഷഫാക്ക് ദേ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഹെഡ് മസാജ് കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് നന്നായിട്ട് ഉറക്കം വരും കേട്ടോ. നമ്മൾ നന്നായി ഉറങ്ങി നല്ല ഫുഡ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഈ പാലില്ല എന്നുള്ള പ്രോബ്ലംസ് ഉണ്ടാവില്ല. എവറി ടൈം രാവിലെയും വൈകിട്ടും ഡോക്ടർ റൗണ്ട്സിന് വരും. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പ്രോബ്ലംസ് തീർക്കുന്ന പോലെയുള്ള മെഡിസിൻസ്, ഫുഡ് കാര്യങ്ങളൊക്കെയാണ് തരുന്നത്. പിന്നെ കട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷഫ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് രാവിലെ എന്താ പറയുക ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് അസലായിട്ട് ഉറങ്ങി. കുട്ടീനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കുട്ടീനെ അപ്പുറത്ത് ഉറക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റിന് പോകുന്നത്. പിന്നെ ഇരുന്ന് അങ്ങനെയുള്ള ഇതൊന്നല്ല, നമ്മൾ ആ കിടന്നിട്ട് ബെഡിൽ തന്നെ നമുക്ക് ഇത് കഴിഞ്ഞാൽ ബാക്ക് പെയിനോ അങ്ങനെയുള്ള വരുന്ന ഒരു സംഭവമില്ല. പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റിച്ച് പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിരിക്കാനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്പെഷ്യലായിട്ടുള്ള സീറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ മൊത്തത്തിലെല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഇവരുടെ ഈ ഒരു സംഭവത്തിൽ. പിന്നെ അപ്പോഴേക്കും ഇതേ രാത്രിയിലത്തെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ പാൽ കൊടുക്കുന്ന ലേഡിയാണ്. അപ്പോൾ അവർക്ക് പാല് കൂട്ടാനും വേണ്ടി ചിലർ ഈ കറിയിലൊക്കെ പീസൊക്കെ ഇതിപ്പോൾ ഗ്രീൻ പീസിൻ്റെയാണ്, കുറച്ച് മാത്രം പീസുള്ള പോലെ തോന്നും. പക്ഷേ ഇത് ഫുൾ ഗ്രീൻ പീസായിട്ട് അത്രയും റിച്ചായിട്ട് പാല് കൂടുതൽ ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ള ഡയറ്റാണ് കേട്ടോ അവർ കൊടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രഗ്നൻ്റ് ആണ്, ഇതുപോലെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ വിളിച്ച് ബുക്ക് ചെയ്തോ. അത്രയും ഞാൻ ഉറപ്പ് തരും, നിങ്ങൾക്ക് എന്തായാലും സാറ്റിസ്ഫൈഡ് ആവും ഇവരുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റും കെയറിങ്ങിലും. ആ സംസാരത്തിൽ തന്നെ നമുക്ക് എന്താ പറയുക ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. ഞാൻ ഏതായാലും ഡോക്ടറടുത്ത് സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങളും കൂടെ ഇടാം. കുറച്ച് ഡൗട്ടുകൾ എനിക്ക് ചോദിക്കണമെന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ലേഡീസിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അതിൻ്റെ പെയിനുകളൊക്കെ വരാം. അപ്പോൾ നോർമൽ എല്ലാ സെൻറ്റേഴ്സിലും ഇതുപോലെയുള്ള സെൻറ്റേഴ്സിൽ കണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നു. അവരുടെ പ്രോബ്ലംസ് ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റും മെഡിസിൻസ് അടക്കം കൊടുക്കുന്നത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അത് സിലു പറഞ്ഞത് ഭയങ്കര ആപ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ പലരും കസ്റ്റമൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും അവരുടെ ബ്രോഷറൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു അത്. ഈ പാക്കേജസ് നിങ്ങളെക്കാളും ലോയിൽ കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. പക്ഷെ അവരുടെ പാക്കേജസിൽ കറക്റ്റ് മനസ്സിലായി ഇന്ന കീഴിൽ ഇത്ര ദിവസം, അത് ആ പേഷ്യൻറ്റിനെ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, എന്നിട്ടാണ് അവർ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് അത് അറിയാത്തത് കൊണ്ട് അവർ അതിലേക്കും ഓപ്റ്റ് ചെയ്ത് പോകും. നമ്മുടെ ബോഡി വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നതെന്നൊക്കെ അന്നേരം മറന്ന് റേറ്റിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ എന്തോ അതെടുത്ത് പിന്നീട് പ്രശ്നമാകുമ്പോഴാണ് അവർ ഞാൻ ഈ ഒരു കാര്യം ചോദിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അന്ന് 2 years ബാക്ക് ട്രീറ്റ്മെൻറ്റ് തന്ന സമയത്ത്
7 ദിവസമായിരുന്നു നാരങ്ങയൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നത്. അതെ അതിൽ എന്നോട് പ്രത്യേകിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിലുവിന് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോഴാണ് എൻ്റെ ഒരു കോക്കിക്സിൻ്റെ ഒരു പ്രോബ്ലം, അതെ, എനിക്ക് അതെ, പെയിൻ ഉള്ള കാര്യം പറഞ്ഞത്. അൽഹംദുലില്ലാ ഇന്നേ വരെ ആ ഒരു മാഷാ പെയിൻ അല്ലാ. എനിക്ക് തിരിച്ചു വന്നിട്ടില്ല. അതെ ഞാൻ എക്സ്ട്രാ ട്രീറ്റ്മെൻ്റ് അല്ല എടുത്തത്, നമ്മൾ അതെ പ്രസവരക്ഷ മാത്രമേ എടുത്തുള്ളൂ. പക്ഷെ അതിൽ കൂടെ നമ്മുടെ ആ ഒരു പ്രോബ്ലംസും കൂടെ ശരിയായി വരുമായിരുന്നു. ഇപ്പോൾ 2 വർഷം ആവാൻ പോകുന്നു, ഇതുവരെ ആ മാഷാ അല്ലാ. ഒരു പ്രോബ്ലം എനിക്ക് വന്നിട്ടില്ല. ഇത് അപ്പം ഭയങ്കര അതുപോലെ സന്തോഷമുള്ള കാര്യമാണ് അത് കേൾക്കുമ്പോൾ. അതായത് അതെ, റെക്കർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ. എന്നെ വിളിച്ച് ഈ ഒരു കാര്യം ഇങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എനിക്ക് അങ്ങനെ ഒരു പെയിൻ ഉണ്ടായിരുന്നുല്ലേ എന്നുള്ളത്. ആ ആ അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഇപ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാവുമല്ലോ ഇതുപോലെ അതെ പല അതെ സംഭവങ്ങളും. ആ ഒരു ഇതും കൂടെ നമുക്ക് ഈ ഒരു പ്രസവരക്ഷയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് അതെ പറ്റുന്നുണ്ടല്ലേ. ചിലതിപ്പോൾ നമുക്കിപ്പോൾ പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സിനാണ് ലിമിറ്റേഷൻസ് ഉണ്ട്. ചിലത് നമുക്ക് ഈ പോസ്റ്റ് നാറ്റൽ സൂതിക ടൈമിൽ റെസ്ട്രിക്റ്റഡ് ആണ്, ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ ചില പെയിനൊക്കെ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട്, പോസ്റ്റ് നാറ്റൽ അതായത് പ്രസവരക്ഷയാണോ അത് ധന്വന്തരം തൈലമാണ്, അല്ലെങ്കിൽ പ്രസവരക്ഷയാണോ അത് ധന്വന്തരം കഷായമാണ്, അതെ അത് കിലോ കണക്കിന് വാങ്ങിച്ചു കൊടുക്കുക. അതും അല്ലാതെ ഇപ്പൊ ഈ കോക്സിഡൈനെ കേസ് സിലുവിൻ്റെത് ആ സമയത്ത് ആ ഒരു ഇതുണ്ടല്ലോ, അത് നമുക്ക് അത് ഫോളോ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നത്. അതിൽ നിന്ന് തന്നെ ഇപ്പോൾ YP പേഷ്യൻസ് നമുക്ക് ചിലർക്ക് ധാര ചെയ്യാൻ പറ്റും. നമുക്കുണ്ടായിരുന്നു 14 days കേസ്. അത് നമ്മൾ ഏറ്റവും അവരെ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടായിരുന്നു, അതായത് അവരുടെ ബോഡിയിൽ നമ്മുടെ കയ്യിൽ വെയിറ്റ് വെച്ചിട്ടായിരുന്നു ധാര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആ കോക്സിന് ശരിക്കും ഇൻഫ്ലമേഷൻ പോക്കണം, അതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ അത് നല്ല റിസൾട്ട്സ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. അതിൽ വന്നിട്ട് എനിക്ക് എത്രയോ വർഷം മുമ്പ് വീണ്ടും ഒരിക്കലും കൂടെ ഞാൻ വീഴുന്നു. അതിനുശേഷം ഡോക്ടറെ അടുത്ത് ചെക്ക് ചെയ്യാൻ പോയ സമയത്ത് ആ ഫസ്റ്റ് വീണ ടൈമിൽ തന്നെയുള്ള ആ ഒരു ഇൻഫ്ലമേഷൻ ഇപ്പോഴും അവിടെ ഉണ്ട് അതാണ് എന്നാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ കിഴി ചെയ്തതിന് ശേഷമാണ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് പോയത്. ഒന്ന് ബൈക്കിൽ കയറാൻ പോലും എനിക്ക് പറ്റില്ല, കാല് പൊക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പം അൽഹംദുലില്ലാ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നപ്പോഴാണ് വീണ്ടും ഷഫാക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാം എന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ വരുന്നത്. കാരണം ഷഫാക്ക് അങ്ങനെ മുമ്പത്തെ പ്രസവത്തിനൊന്നും കിട്ടിയിട്ടില്ല. അതും അത്രയും ബോഡി ഏതൊരു ട്രീറ്റ്മെന്റും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഈ ഒരു ടൈമാണല്ലോ. അപ്പൊ കിട്ടിയാൽ നല്ലതാണ് എന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ ഇവിടുത്തെ ഫുഡിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ട്. ഓരോരുത്തർക്കും അവരവർക്ക് പറ്റുന്ന പോലെ ആ ഡയറ്റ് ആണെങ്കിലും ഇപ്പോൾ വണ്ണം വെക്കണ്ടെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിനനുസരിച്ച് ഒക്കെയാണ്. അപ്പം വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെയുള്ള ഫുഡ് പോലെയല്ല, സംഭവം തന്നെയാണ്. അതിൽ ഉമ്മ ഒരിക്കലും കോംപ്രമൈസിന് നിൽക്കാറില്ല. അതെ അതെ, ഫുഡ് മാനേജിങ് സെക്ഷൻ ടേസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും അതെ. ഇപ്പൊ ഒരു പേഷ്യന്റ് പറയുന്നത് കേട്ടു, നിങ്ങൾ എങ്ങനെയാ റാഗി ഉണ്ടാക്കിയത്, വായിൽ വെക്കൂല ഞാൻ സാധാരണ, പക്ഷെ എന്റെ കുട്ടിയും ഞാനും കഴിച്ചു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അത് എനിക്ക് ആ റിവ്യൂ കേട്ടോ ഭയങ്കര സന്തോഷം. ഞാൻ നേരിട്ട് കേട്ടപ്പോ ഭയങ്കര ഹാപ്പി. ഞാനും കഴിച്ചു നോക്കി, അത് വേറെ കാര്യം. എല്ലാം നല്ല അടിപൊളിയാണ്. പിന്നെ നമുക്ക് വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ, എനിക്ക് ഈ ഭാഗ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഹോം സർവീസ് ആണല്ലോ എടുത്തത്. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോ അതായത് ഒരു റൂം, അതിനെ പറ്റിട്ടൊന്ന് പറയോ, പേഷ്യൻസിന് എങ്ങനെ കൊടുക്കുന്നത് ഇവിടെ? നമ്മൾ ഒരു അപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ്ലി പേഷ്യന്റിന് കൊടുക്കാണ്. അതായത് 2 ബെഡ്റൂമും ഹാളും ഡൈനിങ് ഏരിയയും ഉള്ള ഒരു അപ്പാർട്ട്മെന്റ്. നമുക്ക് ട്രീറ്റ്മെന്റിനും പുറത്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അതിപ്പോ നമ്മുടെ ഇവിടുത്തെ സെന്ററിൽ മാത്രമല്ല, പാലക്കാട് മാത്രമല്ല, പെരിന്തൽമണ്ണയിലാണെങ്കിലും കംപ്ലീറ്റ്ലി ആ ഒരു ഏരിയ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഒരു കാരണവശാലും അവർ പോയിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമോ ഒരാളുടെ കഴിയട്ടെ അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടിയെ. അതായത് ഒരു സെപ്പറേറ്റ് ഒരു വീട് പോലെ ഒരു അപ്പാർട്ട്മെന്റ് ഫുള്ളായിട്ട് ഒരു ഹാള്, ഡൈനിങ് ഹാള്, ബാത്റൂം, കിച്ചൺ, 2 ബെഡ്റൂം. അതിലൊരു ബെഡ്റൂമില് ട്രീറ്റ്മെന്റും ഒക്കെ, അതായത് സെപ്പറേറ്റ് ആയിട്ട് എവിടെയും പോയിട്ട് ട്രീറ്റ്മെന്റ് ഹാളിൽ പോയിട്ട് വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ വേറെ പേഷ്യന്റിന്റെ കഴിയണമെന്നോ ഒന്നിന്റെയും ആവശ്യമില്ല. ചെയ്യുന്ന പേഷ്യൻസ് അധികം ചോദിക്കാറുണ്ട്, അതായത് പ്രൈവസി ആണല്ലോ എല്ലാവരുടെയും പ്രശ്നം. അപ്പോൾ ചിലപ്പോൾ കർട്ടൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഡിവിഷൻ ഉണ്ടായാൽ തന്നെ അതൊരു അവർക്ക് ഒരു കംഫർട്ട് ആയിരിക്കുമല്ലോ. ഇത് അതിനൊന്നും ആവശ്യമില്ല. അതായത് നമ്മുടെ കുഞ്ഞു ബേബീസ് കരയോ, ഒറ്റക്കൊക്കെ ആണെങ്കിൽ അവർ കരയുണ്ടാവോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, കുട്ടീനെ നോക്കാനോ ഒരു സെപ്പറേറ്റ് വേറെ ആളുണ്ടാവും. ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് എണ്ണ തേച്ചിരിക്കുമ്പോ അയ്യോ എന്നുള്ള ആ ഒരു ടെൻഷൻ നമുക്കെന്നെ കേൾക്കാം. നമ്മൾ ബേബി കരഞ്ഞാലും ഒന്ന് എത്തി നോക്കണമെങ്കിൽ പോലും നമ്മളെ കൺമുമ്പിലുണ്ട്. കുട്ടീനെ കുളിപ്പിക്കാനും പുറത്ത് കൊണ്ടുപോകില്ല. നമ്മുടെ സെപ്പറേറ്റ് അപ്പാർട്ട്മെന്റിൽ ഇപ്പോ ബൈസ്റ്റാൻഡർ ആയിട്ട് ഒരാളും, ഇനിയിപ്പോ മൂത്ത കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്കും ഉള്ള ഫുഡ് കാര്യങ്ങൾ എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അതും ഈ പറഞ്ഞ പോലെ ബേബീസിനെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇവരുടെ കൺമുന്നിൽ തന്നെ കുളിപ്പിക്കുമ്പോൾ മദേഴ്സിന് അതൊരു സമാധാനമാണ്. അതെ, കംഫർട്ടബിൾ ആയിരിക്കും, നമുക്കൊരു ടെൻഷൻ anxiety ഇല്ല. ഉണ്ടാവില്ലേ. ഇതിപ്പോ അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ അവരെ പിന്നാലെ പോകണം, ചിലപ്പോ നമ്മള് റെസ്റ്റിംഗ് ടൈം ആയിരിക്കും. ഇത് അങ്ങനത്തെ ഒരു വിഷയമേ വരുന്നില്ല, നമ്മളെ കൺമുന്നിൽ തന്നെ ഉണ്ട്. കുട്ടീനെ കുളിപ്പിക്കലാണെങ്കിലും കുട്ടീനെ സെറ്റ് ചെയ്യുന്നതൊക്കെ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു സംഭവം, നമ്മൾ ഈ ഒരു പോസ്റ്റ്നാറ്റൽ കെയർ എടുക്കുമ്പോൾ അയ്യോ ഭയങ്കര പൈസ ആവുമല്ലോ എന്ന് ചിന്തിക്കും. ഒരു താത്താനെ നമ്മൾ വെക്കുകയാണെങ്കിൽ 40K 50K വരുന്നുണ്ട്. പിന്നെ അത് മാത്രല്ലാതെ ഇവർക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. ലേഹ്യത്തിനും മറ്റേനും മറിച്ചതിനും എല്ലാം കൂടെ 1,00,000-ത്തിന് ആവശ്യമുണ്ടോ ഒന്നും അറിയില്ല. അവര് പറയും അത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നു, അവരുണ്ടാക്കുന്നു. പിന്നെ ഫുഡ് കാര്യങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടും ലാഭം ഇതുപോലെയുള്ള ഒരു സെന്റർ തന്നെയാണ്. കാരണം നിങ്ങൾ തന്നെയാണ് ഫുഡ് കൊടുക്കുന്നത്, നിങ്ങൾ തന്നെയാണ് എല്ലാം വാങ്ങിച്ച് എല്ലാം ചെയ്യുന്നത്. നമ്മളെ ബോഡിക്ക് പറ്റുന്നതാണോ കഴിക്കണോ. പിന്നെ ബേബീസിന്റെ ഡ്രസ്സ് അലക്കുന്നത് എങ്ങനെയാണ്, വാഷിംഗ് മെഷീൻ പല സെന്ററിലും വാഷിംഗ് മെഷീനിൽ ഒന്നിച്ചിട്ട് അലക്കുന്നതാണ് കേട്ടത്. ഇവിടെ എങ്ങനെയാണ്? ഇല്ല, നമ്മൾ സെപ്പറേറ്റ്. നമുക്ക് ഇവിടെ ചേച്ചിമാരുണ്ട്. അപ്പൊ അവര് ഉണ്ണികൾക്ക് നമ്മൾ പറയും, പേഷ്യന്റ് അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ ഒരു സെപ്പറേറ്റ് ബക്കറ്റ് കൊണ്ടുവരണം. അതായത് ഉണ്ണിയുടെ തുണി മാറാതിരിക്കാനും ബാക്കിയുള്ള കാര്യത്തിന് കീപ്പ് ചെയ്യാനൊക്കെ. അതായത് അമ്മേന്റെ തുണിയായിട്ട് നമ്മൾ ഒരു ലോണ്ടറി ബാസ്ക്കറ്റ് വെക്കുന്നുണ്ട്. അപ്പൊ അതിൽ വെച്ചാൽ ഇതും അത് മിക്സ് ആവാതിരിക്കാൻ അങ്ങനെ കൊണ്ടുവരാൻ പറയും. ഇനി അത് കല്ലുമ്പിൽ തന്നെ. ഇനിയിപ്പോ തുണി യൂസ് ചെയ്യുന്നവർക്ക് തുണി യൂസ് ചെയ്യാം, ഇനി അതല്ല പാമ്പേഴ്സ് യൂസ് ചെയ്യുന്നവർക്ക് പാമ്പേഴ്സ്, അത് അവരുടെ കംഫർട്ടാണ്. അപ്പൊ തുണിയാണെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് കൊടുക്കും. അല്ലാതെ ഇവിടെ തുണി യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മള് വാഷിംഗ് മെഷീനിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല, വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പൊ വലിയ കുട്ടികളുണ്ടെങ്കിൽ അവരൊന്ന് ഒതുക്കി നിർത്താൻ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടോ? ടിവിയോ? ഇപ്പൊ TV വൈഫൈ റൂമിൽ അലൗഡഡ് ആണ്, അതായത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പൊ പെരിന്തൽമണ്ണയിലാണെങ്കിലും അവർക്കൊരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. അപ്പൊ അവർക്ക് ആക്ടിവിറ്റീസ്, അതായത് പുറത്തേക്ക് പെട്ടെന്ന് വണ്ടികൾ വരും. ഏറ്റവും വലിയൊരു ടെൻഷൻ അതാണ്, മൂത്ത കുട്ടികളുള്ളവർക്ക് എന്റെ കുട്ടീനെ എന്ത് ചെയ്യും, എനിക്ക് നോക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു നമുക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല അല്ലെ. ഇപ്പൊ ഞാനിവിടെ നിൽക്കുമ്പോ തന്നെ എൻക്വയറി ചെയ്യാൻ വന്ന ഉമ്മ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വലിയ ടെൻഷനാണ്, വന്നവരുടെ പണി കഴിഞ്ഞാലും എന്റെ പണി കഴിയുന്നില്ല, മോൾക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടും കൊണ്ടുപോകലും എല്ലാം കൊണ്ട് ടെൻഷനായിരുന്നു. ഇനി നോമ്പ് സമയത്ത് എന്ത് ചെയ്യും എന്നുള്ളത് അവരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യമാട്ടോ. അതായത് നമുക്ക് എൻക്വയറീസ് കൂടുതൽ റമളാനിക്ക് വരുന്നുണ്ട്. നമ്മുടെ 3ാമത്തെ റമളാനാണ്. അപ്പൊ 2 റമളാൻ റൺ ചെയ്തിട്ട് നമുക്ക് അറിയാം എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ അത്താഴാണെങ്കിലും നേരത്തെ കൊണ്ടുവച്ച്, അതായത് ഒരു എന്താ പറയുക, ഭയങ്കര നേരത്തെ കൊണ്ടുവച്ച് അവരെ മുഷിപ്പിക്കാൻ നമ്മളൊരു 10:30 11 ഒക്കെ ആകുമ്പോഴേക്കും അവരുടെ ഫുഡ് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യും. എന്നിട്ട് ഇനി അവർക്ക് എന്തെങ്കിലും ചൂടാക്കാനൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി അത്. അല്ലാതെ തീരെ നമ്മള് റൂമിൽ തന്നെ സ്റ്റവ് ഒക്കെ ഉണ്ട്, അവർക്ക് ചൂടാക്കണമെങ്കിൽ ചൂടാക്കി കഴിക്കാം. ഇനി അതെല്ലാം അവർക്ക് വേറെ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ നമ്മളത്, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നോമ്പുണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ നോമ്പുതോറാണെങ്കിൽ നമ്മൾ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പൊ പെരിന്തൽമണ്ണ സൈഡ് ആകുമ്പോൾ നമ്മുടെ പാലക്കാട് തൃശ്ശൂർ സൈഡ് അല്ല ഫുഡ് സ്റ്റൈലൊക്കെ. അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. പാലക്കാട് ഉള്ളവർക്ക് ആ സ്റ്റൈലുള്ള ഫുഡും പെരിന്തൽമണ്ണയിൽ കഴിക്കുന്നവർക്ക് അവർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എൻ്റയർലി ഡിഫറെന്റ് ആണ് അത്താഴങ്ങളൊക്കെ. അപ്പൊ അത് അതുപോലെ മാക്സിമം ഫ്ലോപ്സ് വരുന്ന പല കാര്യങ്ങളും വന്നാലും നമുക്കത് പെട്ടെന്ന് റിക്കവർ ചെയ്യാം. എന്ത് ചെയ്താലും അത്. പിന്നെ അതുപോലെ ക്ലീനിങ്ങിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഓരോ പേഷ്യന്റ് പോയി കഴിഞ്ഞാലും ഈ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോലെ ഫുള്ളായിട്ട് ഡീപ് ക്ലീൻ ചെയ്തിട്ടാണ് നെക്സ്റ്റ് പേഷ്യന്റിന് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരു കാരണവശാലും ഡീപ് ക്ലീൻ ചെയ്യാതെ നമ്മൾ പേഷ്യന്റിനെ എടുക്കൂല. അതുകൊണ്ട് നമ്മൾ സമയം ചോദിക്കും, അടുത്ത IP വരുന്നുണ്ടെങ്കിൽ ഡീപ് ക്ലീൻ ചെയ്ത് ഒരു മുക്കുമൂലയിലും പൊടിയില്ലാന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് കഴുകി വൃത്തിയാക്കിയിട്ടേ കയറ്റുള്ളൂ. ഞാൻ ശ്രദ്ധിച്ചെന്താന്ന് വെച്ചാല് ഈ ഒരു പ്രസവരക്ഷ മാത്രമല്ലാതെ മറ്റു ട്രീറ്റ്മെന്റും ഉണ്ട്, പക്ഷെ ലേഡീസിന് മാത്രമായിട്ടാണ്. ഇപ്പൊ നമുക്ക് വരുന്ന ഇപ്പൊ കഴുത്ത് വേദന അല്ലെങ്കിൽ ബാക്കിയുള്ള ജോയിന്റ് പെയിൻസോ നടുവേദന, കഴുത്തുവേദനയാണ് അധികം വരാറ്, റേഡിയേഷൻ ഒക്കെ. ഇപ്പൊ ഈ പ്രൈവസി ആലോചിച്ചിട്ട് നമുക്ക് പോവാൻ, അതായത് വേറെ അവിടെ ആൾക്കാരുണ്ടാവൂലേ, ജെന്റ്സ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ തൈലം തേച്ചിട്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ഇങ്ങോട്ടേ കുളിക്കാൻ വരണ്ടേ, അതൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നം പറയാറുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു, അതായത് ജെന്റ്സിന് നമ്മൾ ഒന്നാമത് അഡ്മിറ്റ് ചെയ്യുന്നില്ല, അത് ലേഡീസിന് അത്രയും കംഫർട്ട് ആക്കണം. ലേഡീസ് സെന്റേഴ്സ് നമുക്ക് കുറവാണ്, ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനോ അല്ലെങ്കിൽ ഒരു മസാജസ് എടുക്കാനോ. അപ്പോൾ ആ കുട്ടി പറഞ്ഞ പോലെ നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ കഴിയില്ല. അതിനേക്കാളും ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് വർക്കും നടക്കും അവരുടെ. കാരണം ഈ സമയം കൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. അതെ, റിലാക്സ് ചെയ്ത് നമുക്ക് ട്രീറ്റ്മെന്റ് നടക്കുന്നു, നമ്മുടെ ജോലികളും നടക്കുന്നു, ഫുഡ് കാര്യങ്ങൾ സമയത്തിന് വരുന്നു, അതും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഫുഡും.
അപ്പോൾ അവർ കുട്ടികളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടാകുമ്പോൾ അത് ലേഡീസ് നല്ല ഓപ്റ്റ് ചെയ്യാറുണ്ട്. അത് ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് അങ്ങോട്ടേക്കും പെരിന്തൽമണ്ണയ്ക്ക് നന്നായിട്ട് അങ്ങനത്തെ എൻക്വയറീസ് വരാറുണ്ട്. അപ്പം അവർ ശരിക്കും ഇങ്ങനെ ലേഡീസ് ഒരു 2-3 മാസം കൂടുമ്പോൾ അവനവന്റെ ആ ഒരു ഹെൽത്ത് നോക്കി അതിനനുസരിച്ചുള്ള ഇതുപോലുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും ആഗ്രഹവും. അത് ശരിയാണ് കേട്ടോ. നമുക്ക് ഒരു 30 കഴിഞ്ഞാലൊക്കെ ബ്യൂട്ടി ഇൻ 40s എന്ന് പറഞ്ഞ പോലെ നമ്മളത് മാക്സിമം ഒന്ന് ബ്രഷപ്പ് ചെയ്ത് ഒന്ന് എല്ലാതും ഇപ്പൊ വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ സർവീസ് ചെയ്യേണ്ടത് പറഞ്ഞ പോലെ. അതെ അതെ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതും ഈ ഒരു കാര്യമാണ്. നമുക്ക് അങ്ങനെ ഒരു ഒന്ന് റിലാക്സ് ചെയ്യണം. ശരിക്കും ഒരു ദിവസത്തെ റിലാക്സേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് റിക്കവർ ആവും നമ്മൾ. സീരിയസ്ലി. ഇപ്പൊ ഞാൻ തന്നെ 1-2 മണിക്കൂർ ഉറങ്ങി കഴിയാൻ 3 മാസം ഓടുന്നു പറയുന്ന പോലെയാ. അതുപോലെ ശരിക്കും ഒരു 3 മാസം കൂടുമ്പോ ഇതുപോലെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ട് റിലാക്സ് ചെയ്ത്. ഒരു ഉറക്കം കിട്ടിയാൽ തന്നെ അതെ, മറ്റേ കുട്ടി പറഞ്ഞ പോലെ എന്റെ സ്ട്രെസ് ഒക്കെ ഈ വഴിക്ക് അങ്ങോട്ട് പോയി, ഞാൻ ഉറങ്ങി എന്ന് പറഞ്ഞല്ലോ. അതെ, അപ്പൊ അതുപോലെ അത് ഭയങ്കര നല്ലതായിരിക്കും. ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് നമ്മൾ ലേഡീസ് പ്രഗ്നന്റ് ആയവരും അല്ലാത്തവരും ബാക്ക് പെയിൻ ഉള്ളവരൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഡൗട്ട്സ് കാര്യങ്ങള് ഇതിലൂടെ ക്ലിയർ ആവുമല്ലോ എന്ന് വിചാരിച്ചാണ് ധൈര്യത്തിൽ വിശ്വസിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ശരിയാണ് കേട്ടോ. അതായത് പോസ്റ്റ് നാറ്റൽ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരുടെ മനസ്സിൽ പ്രസവരക്ഷ ചെയ്യാൻ മാത്രാണോ എന്നുള്ളത്. ആർക്കും തുടങ്ങാം പ്രസവരക്ഷ, ആ ഒരു കൺസെപ്റ്റ് അല്ല. അതിന്റെ പിന്നില് നല്ല ഹാർഡ് വർക്കും പറഞ്ഞ പോലെ ഇങ്ങനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും നമ്മുടെ. അതില് ഇനിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു അരിഷ്ടമാണെങ്കിലും ലേഹ്യാണെങ്കിലും നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ എങ്ങനെ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. ആർക്കും അതില് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഞാനിവിടെ കണ്ട ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഒന്നിലും ഒരു കോംപ്രമൈസ് ഇല്ല. അല്ല, മെഡിസിൻ ക്വാളിറ്റി അതിനൊന്നിലും. അതായത് നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അറിയാലോ, നമ്മുടെ ഒരു 30 days പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രീമിയം ഒക്കെ എടുക്കുകയാണെങ്കിൽ 65,000 അങ്ങനെ എന്തായിരിക്കും. അപ്പൊ അതില് ഒരു കാരണവശാലും നമ്മൾ ക്വാളിറ്റി കോംപ്രമൈസിനില്ലാതെ എന്തിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്ത് സോർട്ട് ചെയ്ത് അവരെ ഫ്രണ്ട്ലി ആക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. അതൊരു എന്താ പറയാ 100% അല്ല 110% എന്ന് പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം അവര് നമ്മളടുത്ത് അത്രയും വിശ്വസിച്ചിട്ട് വരുന്നത്. അതെ അതെ. അത് മാത്രമല്ല, നിങ്ങൾ പറയാൻ വിട്ടുപോയ ഒരു സംഭവം, ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് പ്രസവം നടക്കുന്നതിന് മുമ്പ് അവരെ വിളിച്ച് അതുകൊണ്ട് അവരുടെ കുറെ കാര്യങ്ങള് ചോദിച്ച് അവർക്ക് നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ ഒരു ആത്മവിശ്വാസം കൊടുക്കുക. അതെ അതെ. ഈ ചൈൽഡ് ബർത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സസ് ഉണ്ടല്ലോ, ലാക്ടേഷൻ കൺസൾട്ടേഷൻ ക്ലാസ്സസ്, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം അതിന്റെ വെബിനാർ സീരീസ് വെക്കുമ്പോൾ ഇവർക്കും കൂടെ നമ്മൾ ലിങ്ക് അയച്ചു കൊടുത്ത് ഒരു പ്രിപ്പറേഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ പാനിക് ആയിട്ടുള്ള ഒരു മോഡ് ഒഴിവാക്കാം. പെട്ടെന്ന് സ്ട്രെസ്, പെട്ടെന്ന് CS ഒക്കെ പറയുമ്പോഴേക്കും കുട്ടികളാകെ ബർത്ത് ട്രോമ വന്നു പോകും. പിന്നീട് അതൊരു പേടി കുടുങ്ങി പാലില്ലാത്ത ബുദ്ധിമുട്ടും. അപ്പൊ ഇതൊന്നും എന്തെങ്കിലും ഫുഡ് കഴിച്ചത് കൊണ്ട് പാലുണ്ടാവുന്നതല്ല, നേരെ മറിച്ച് ഇതില് നമ്മൾ കുറെ മെന്റലി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് സെറ്റ് ചെയ്താൽ തന്നെ ഇതെല്ലാം സോൾവ് ആവും. അപ്പൊ ആദ്യം നമ്മളൊരു ക്ലാസ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻസ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. ബാക്കിയുള്ള ടെൻഷൻസ് അവർക്ക് ഉണ്ടാവില്ല. വീട്ടിലുള്ളപ്പോ മുതിർന്ന ആൾക്കാര് പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോകുന്ന അല്ലെങ്കിൽ അവർക്ക് പോലും അറിയാത്ത കുറെ കാര്യങ്ങള് അവർക്കും ചിലപ്പോൾ കൺഫ്യൂഷൻസ് ആയിരിക്കും. അതായത് ഇത് പറഞ്ഞ പോലെ അവർക്കൊരു പെറ്റ് ഉണ്ടായ പോലെയാണല്ലോ അവരുടെ മോൾക്ക് ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ആങ്സൈറ്റി ആയിരിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ അവർ പേടിച്ചിട്ടോ അറിയാതെയോ അങ്ങനെ മറന്നു പോകും. പക്ഷെ നമുക്കത് ഇന്ന കാര്യമാണ്, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനീഷ്യൽ കുറച്ച് ദിവസം ഉണ്ടല്ലോ, പ്രസവം കഴിഞ്ഞ ദിവസം നമ്മൾ കോൺടാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അവർക്ക് ഓക്കെ അല്ലേ, ഒരു ബ്രസ്റ്റ് ഫീഡിങ് ക്ലാസ്സസ് ഒക്കെ നല്ലപോലെ അറ്റൻഡ് ചെയ്തിട്ടില്ലേ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ കൺഫേം ചെയ്യാറുണ്ട്. പ്രഗ്നന്റ് ആയവർക്കും ആവാൻ പോകുന്നവർക്കും അതല്ലാതെ പ്രസവിച്ചവർക്കും എന്തെങ്കിലുമൊക്കെ ശാരീരികപരമായിട്ട് പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രമോഷനായിട്ട് വിചാരിക്കേണ്ട കേസ് എനിക്ക് അത്രയും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ധൈര്യത്തില് പൈസ നോക്കണ്ട, വേറെ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ കുറവൊന്നോ അല്ലെങ്കിൽ കൂടുതലൊന്നോ എന്താണ്ടാലും വിശ്വസിച്ച് നിങ്ങൾക്ക് വരാം. അത്രയും അടിപൊളി ട്രീറ്റ്മെന്റ്സും എന്താ പറയാ, അതിന് ആത്മാർത്ഥത എന്നൊക്കെ പറയില്ലേ, ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. എനിക്ക് അത്രയും ഇഷ്ടമാണ്. ആത്മാർത്ഥത കൊണ്ടാട്ടോ എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ആൾക്കാരെ കാര്യം പറഞ്ഞാല് വേറെ സ്റ്റോറി ഉണ്ട് ഞങ്ങളുടെ റിലേഷന്റെ പിന്നില്. സത്യത്തില് ഞാൻ ഫ്ലവേഴ്സ് ചാനലില്, അത് ഞാൻ എവിടെയെങ്കിലും പറയൂ ആ സത്യങ്ങൾ പുറത്ത് പറയൂ. ഫ്ലവേഴ്സ് ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതായത് ജസ്റ്റ് ഒരു ഇത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴാണല്ലോ, അപ്പം ഞാൻ കാണുമ്പോൾ ഒരു 5th പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാൾ അങ്ങനെ വേറെ ഏതോ ഒരു എക്സസൈസ് വീഡിയോ എൻ്റെ മനസ്സിലുണ്ട്, മുമ്പ് കണ്ടത്. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോസ്റ്റ് നാറ്റിൽ തുടങ്ങിയ സമയത്താണ് ഞാൻ സിലോനെ മീറ്റ് ചെയ്യുന്നത്. ഞാൻ സിലോ ആണ്
ഇവരെന്ന് എനിക്കറിയാം. ബാക്കി ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ഇത്ര ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ പ്രൊമോഷൻ ഇങ്ങനെയാണ് ചെയ്യാമെന്നോ പേയ്മെന്റ് ഇതൊന്നും അറിയാതെ അതായത് എന്നെ കുറെ ആൾക്കാര് ഞാൻ പ്രഗ്നന്റ് ആണ് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആരെയും വിശ്വാസം വരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ പറയുന്നുണ്ട്, വരും, എനിക്ക് വിശ്വാസം വരുന്ന പോലെ ആരെങ്കിലുമൊക്കെ വരട്ടെ, അവരെടുത്ത് ഞാൻ ഏൽപ്പിക്കുള്ളൂ. കാരണം അതിന് മുമ്പ് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും നമുക്ക് വീട്ടിൽ ജോലിക്ക് നിൽക്കാൻ വന്നവര് നമ്മളെ അവരുറങ്ങും, ഞാൻ കുട്ടീനെ എടുത്തിട്ടിരിക്കും, അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരുന്നല്ലോ. വരും വരും വരും, അപ്പൊ വരും, അവസാനം പ്രസവം കഴിഞ്ഞിട്ട് ആരും ഉണ്ടാവില്ല. ഞാൻ ഇല്ല, എന്നെ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന പോലെ വരും എന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ആളെന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ബാക്കി പറഞ്ഞോളൂ. കോമഡിയാണ് അത്. എനിക്കിത് അറിയണില്ലല്ലോ. പിന്നെ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു ശരി നമുക്കൊന്ന് സംസാരിക്കാം. അങ്ങനെ ഫോണിൽ സംസാരിച്ചു. നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സിന്റെ പോലെ സംസാരിച്ചു, നമുക്കൊന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ സിലുടെ വീട്ടിൽ പോയി. നമ്മൾ ഇതൊന്നല്ല സംസാരിച്ചു, ഞങ്ങൾ വേറെ എന്തൊക്കെയോ സംസാരിച്ചു. അതെ, നമ്മൾ ബിസ്ക്കറ്റ് നമ്മൾ പിരിഞ്ഞു അല്ലേ. എന്നിട്ട് പിന്നെ പ്രസവം പെട്ടെന്നാണ്. ഹേസുവിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണല്ലോ. ആകെ മൊത്തത്തിലൊരു ഹരിബറിയായിരുന്നു. പിന്നെ അങ്ങോട്ട് അവിടെ വന്നിട്ട് ഞാൻ കുറച്ച് ദിവസം അങ്ങനെ പോകെ സിലൊക്കെ ഫോൺ കോൾസ് വരുമല്ലോ. അപ്പൊ ഞാനായിരുന്നു ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്താണ് ഫോൺ കോൾസ് വരുമ്പോൾ സിൽ ഇവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് പ്രൈസ് മനസ്സിലായത് ഇതിങ്ങനെയാണ്, പേയ്മെന്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ. അല്ല, പക്ഷെ ഈ ഒരു കാര്യം എന്റെ ശരീരമാണ് ഞാൻ ഇവർക്ക്, എന്റെ ആരോഗ്യമാണ് ഞാൻ ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് നോക്കാൻ പറ്റില്ല. എനിക്ക് അത്രയും ജെന്വൻ ആയിട്ട് നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മളെ നോക്കുന്ന ഒരാള് വേണമെന്നാണ് പ്രതീക്ഷ. അത് ഇവരിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇവരെ നമ്മൾ അങ്ങോട്ട് ഉറപ്പിക്കുന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഇത്രയും സ്നേഹത്തോടെ ഓരോ കാര്യം ചോദിച്ച് ഇങ്ങനെ ഓരോ ട്രീറ്റ്മെന്റും കസ്റ്റമൈസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ പെയിൻ ആണ് ഉള്ളത്, ഇവിടെയാണ് പ്രോബ്ലം, അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ പ്രസവശേഷം ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്നും അറിയുന്നത് കേട്ടോ. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അത്രയും എൻ്റെ ആ ഒരു വേദന ഞാൻ അത്ര അനുഭവിച്ചതാ. എനിക്ക് ആ പ്രസവത്തോടെ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നില്ലേ സിലു ഇത്രയും എന്താ പറയാ എനർജറ്റിക് ആയിട്ട് എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. ഒരു കാര്യം ഉറപ്പ് പറയാം, ആ ഒരു ട്രീറ്റ്മെന്റിന് ശേഷം എനിക്ക് എത്രയോ ബുദ്ധിമുട്ടുള്ള പ്രയാസം ഉണ്ടെങ്കിലും എനർജി എനിക്ക് ആ ഒരു ട്രീറ്റ്മെന്റിൽ നിന്നാണ് കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശാരീരികപരമായിട്ട് മാത്രമല്ല മെന്റലി നമ്മൾ അത്രയും സ്ട്രോങ് ആക്കി നിർത്താനും ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അത്രയും ലവബിൾ ആയിട്ടുള്ള എന്റെ മോൻ അവിടെ പണി ഒപ്പിക്കുന്നുണ്ട്. ഒച്ചടാതെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ. അത് എന്നെ കാണുന്ന എന്നെ വിശ്വസിക്കുന്ന എൻ്റെ ഫോളോവേഴ്സിനും അതൊരു ഉപകാരമായിരിക്കും. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ സഫാക്ക് ഇതിനേക്കാളും കൊടുക്കാൻ പറ്റിയ വലിയൊരു ഗിഫ്റ്റ് എനിക്ക് വേറെ ഇല്ല. മൂന്നാമത്തെ പ്രസവമാണ്, അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ, അവൾക്ക് നല്ല ഉറക്കം കിട്ടണം, ബേബിയും ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഓടിച്ചാടി പിടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാണ്. ധൈര്യത്തിൽ ലാസിമാനെ വിശ്വസിച്ച് വരാം. പിന്നെ ഒന്നും നോക്കണ്ട, എല്ലാം അവർ ഏറ്റെടുത്ത് കഴിയും. പാക്കേജ് എങ്ങനെയൊക്കെയാണുള്ളത്? ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാക്കേജ് എടുക്കാം അല്ലെ. ഇപ്പൊ റേറ്റ് അറിയാനൊക്കെ പാക്കേജ് അയച്ചു കൊടുക്കുമ്പോൾ 21 ദിവസം 30 ദിവസം 40 ദിവസം അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതല്ല, ഇത് പറ്റാത്തവരുണ്ടാവും. ഒരുപക്ഷെ 14 ഡേയ്സ് എടുക്കാൻ പറ്റും. അസുഖമല്ലാത്തവർക്കാണെങ്കിൽ 14 ഡേയ്സ് എടുത്തോണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ അടുത്തൊരു എന്തെങ്കിലും അസുഖമായിട്ട് വരികയാണെങ്കിലാണ് നമുക്ക് ദിവസം പ്രശ്നമാവാം. അത് ചിലപ്പോൾ 14 ദിവസം 21 ദിവസമൊക്കെ എന്തായാലും എടുക്കേണ്ടി വരും. ഇനിയിപ്പോ പോട്ടെ, എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഒക്കെ ഉള്ള കേസ് വന്നിട്ട് 3 ദിവസം കൊണ്ട് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ. അതെ, ഒരു കാര്യം പറയട്ടെ, എനിക്ക് ആ ലാസ്റ്റ് ഡേ തന്ന സുഖമുള്ളൊരു മസാജ്, ഒരു എന്താണ് സത്യം നല്ല സുന്ദരിയാവാൻ പറ്റും. അത് വെറുതെ എടുക്കാൻ പറ്റും. ഹെൽത്തിയാണ്, നമുക്ക് ബാക്കി തണുപ്പിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ചിലതൊക്കെ ചെയ്യാം. നല്ല സുഖമുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. എന്തൊരു സുഖം. ആ കുഞ്ഞു കിഴിയൊക്കെ ഇങ്ങനെ ഫേസിൽ വെച്ച് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം പക്ക ജെന്വനായിട്ട് നല്ല സാധനങ്ങള്. തേങ്ങാപ്പാലോ എന്താണത്? അത് ശരിക്കും പാലാണ്. പശുപാലില് മിക്സ് ചെയ്ത് ഈ നവരാരിന്ന് എന്തൊക്കെയോ ചെയ്ത് കിഴിയാക്കി ഇങ്ങനെ ഓടിക്കുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ. അതൊക്കെ പായസം പരിവിലാവും. പായസം പോലെ മണമുണ്ട്, കഴിക്കത്തുന്നാനൊക്കെ തോന്നുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെറുതെ ഒക്കെ ചെയ്യാലോ അല്ലെ. അത് ഞാൻ ഇടയ്ക്ക് വരും. അത് ചെയ്യുമ്പോ ശ്രദ്ധിക്കണം എന്താ വെച്ചാല്, നിങ്ങളിപ്പോ ഇത് വെറുതെ ചെയ്യാൻ പോകരുത് കേട്ടോ. അതായത് അവരുടെ ഹെൽത്തിനനുസരിച്ചാണ് നമ്മളിത് എടുക്കുക. ഇതിനിപ്പോ തേപ്പ് എടുക്കാൻ പറ്റുമോ,
വെറുതെ വന്നപ്പോ ഒരു ദിവസം നമുക്ക് വൺ ഡേ ഫസ്റ്റ് ഡോക്ടറെ വന്ന് കൺസൾട്ട് ചെയ്യുക, നിങ്ങളുടെ ബോഡി എങ്ങനെയാണ് അവരത് പഠിക്കും. ഇപ്പൊ മറ്റേ കുട്ടീനെ കണ്ടില്ല, ഡിസ്ചാർജ് ചെയ്തു, അതായത് വേണ്ട എടുക്കണ്ട. കാരണം അവര് 7 ദിവസത്തിന് എടുക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴേക്കും വേണ്ട വേണ്ട നിനക്ക് എണ്ണ തേക്കാൻ പറ്റൂല, നിനക്ക് അത് ചേരില്ല. അവർക്ക് അറിയാം അങ്ങനെ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള, അതായത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അവർക്കുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കൽ പോലും അതില് തൈലം വെച്ചിട്ടോ, അതാണ് നമ്മൾ ഉമ്മമാർക്കൊക്കെ ചിലർക്ക് ട്രീറ്റ്മെന്റ് തൈലം തേച്ചിട്ടുണ്ടാവും മാറണില്ല, താൽക്കാലിക സുഖം കിട്ടും, പിന്നീട് ബുദ്ധിമുട്ടാവും. അപ്പോഴാണ് മറ്റേ മോഡേൺ ഡോക്ടേഴ്സ് പ്രശ്നങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഇതിനെതിരാവുക. അതെ ശരിക്കും ആയുർവേദമാണ് പ്രശ്നം. അത് ആയുർവേദം പ്രശ്നങ്ങളല്ല, തോന്നിയ പോലെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടീനെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് അതാണ്. ഇപ്പൊ വന്നു അവരിൽ നിന്നും നമുക്ക് പൈസ കിട്ടും, അവർ അഡ്മിറ്റ് ആയിക്കോട്ടെ എന്ന് ചിന്തിക്കാതെ അവർക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് മാത്രം സജസ്റ്റ് ചെയ്ത് ഡിസ്ചാർജ് ആക്കുന്നുണ്ട്. ആ കുട്ടി പറയാ ഞാൻ നിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അതിന്റെ ആവശ്യമില്ല, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിനക്ക് ട്രീറ്റ്മെന്റ് വേണ്ടത്. നമ്മുടെ അടുത്ത് വന്നിട്ട് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടണം. അതൊരു ഇതിപ്പോ ഇന്നത്തെ ഒരു സുഖം കൊണ്ട് പറയണത് അങ്ങനെയല്ല. പോയി കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു സുഖം ഉണ്ട്, എനിക്ക് കുറച്ചും കൂടെ കാലം പോകാൻ പറ്റും എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, നമുക്ക് വലിയ പെയിൻ ഒന്നും ഇല്ലാതെ. അത് നമുക്കൊരു 3 days കൊടുക്കാനോ 7 days കൊടുക്കാനോ ഇല്ല. അപ്പൊ ഇതുപോലെ ഈ കഴുത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കയ്യിലേക്ക് വേദന ഇറങ്ങുക, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നാണ് മുമ്പ്. അത് ഇതുപോലെ ആയുർവേദം ചെയ്തിട്ടാണ് നമുക്ക് കുറെയെങ്കിലും ആശ്വാസം കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസിമാനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് കേട്ടോ. ആള് ഭയങ്കര വലിയ പുള്ളിയാണ്. നല്ല അത്യാവശ്യം നല്ല നല്ല വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടും സ്ത്രീകൾക്ക് അറിയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നോക്കാം, അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, അപ്പൊ ഇൻഷാ അല്ലാ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇഷ്ടപ്പെടട്ടെ ഇൻഷാ അല്ലാ. അപ്പൊ ചേട്ടാ